നമസ്കാരം. ലോകം ഭയക്കണം റഷ്യയെ കണ്ടാൽ. കാരണം ലോകശക്തികൾ എങ്ങനെ അവരവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മത്സരിക്കുമ്പോൾ റഷ്യ ലോക സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കുന്ന ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ്. റഷ്യയുടെ പുതിയ ആണവ അന്തർവാഹിനിയായ ഹബറോസ്വിന്റെ അനാച്ഛാദന ചടങ്ങ് ആഗോള പ്രതിരോധ രംഗത്ത് റഷ്യയുടെ അപ്രമാദിത്വം വിളിച്ചോതുന്ന സുപ്രധാന പ്രഖ്യാപനമായി മാറി. ടോർപിഡോ ആകൃതിയിലുള്ള തകർക്കാനാവാത്ത പോസിഡോൺ ഡ്രോൺ വഹിക്കുന്ന രൂപകൽപ്പന ചെയ്ത ഈ ഭീമാകാരമായ കപ്പൽ റഷ്യൻ നാവികസേനയുടെ ശക്തിയിലും സാങ്കേതിക വിദ്യയിലും ഒരു പുതിയ യുഗം തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സെവേഡോവിലെ പ്രശസ്തമായ സബ്മേഷ് കപ്പൽശാലയിൽ വെച്ചാണ് ഈ ചടങ്ങ് നടന്നത്. പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ് മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ഇത് ഞങ്ങളുടെ ദേശീയ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷമാണ്. കനത്ത ആണവോർജ മിസൈൽ ക്രൂയിസറായ ഹബറോവ്സിനെ ഞങ്ങൾ അഭിമാനപൂർവ്വം സ്ലിപ്പ് വേയിൽ വിക്ഷേപിക്കുന്നു. അത്യാധുനിക അണ്ടർ വാട്ടർ ആയുധങ്ങളും റോബോട്ടിക് സംവിധാനങ്ങളും വഹിക്കുന്ന ഈ കപ്പൽ റഷ്യൻ സമുദ്ര അതിർത്തികളെ അജേയമായി കാത്തു സൂക്ഷിക്കുവാനും ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങൾ തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ വിജയകരമായി സംരക്ഷിക്കുവാനും കഴിയുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ അന്തർവാഹിനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോസിഡോൺ ആണവ ശക്തിയുള്ള ഡ്രോൺ വഹിക്കുന്നതിന് വേണ്ടിയാണ്. റഷ്യൻ നാവികസേനയുടെ മുൻ ജനറൽ സ്റ്റാഫ് മേധാവി അഡ്മിറൽ വിക്ടർ ക്രാവ്ചെങ്കോ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ പ്രഖ്യാപിച്ചതുപോലെ പോസിഡോണിനെ നിലവിൽ ഒരു തരത്തിലും തടയാൻ കഴിയില്ല എന്ന വസ്തുത റഷ്യൻ പ്രതിരോധത്തിന്റെ ഈ പുതിയ ആയുധത്തിന് അജേയത നൽകുന്നുണ്ട്. ഹബറോസ്കി അന്തർവാഹിനിയുടെ വിക്ഷേപണം റഷ്യയുടെ മറ്റ് തന്ത്രപ്രധാനമായ പരീക്ഷണങ്ങൾക്ക് പിന്നാലെയാണ് വരുന്നത്. അത്യാധുനിക പോസിഡോൺ ഡ്രോണും പരിധിയില്ലാത്ത ദൂരമുള്ള ബ്യൂറോവെസ്റ്റിനിക് ക്രൂയിസ് മിസൈലും ഉൾപ്പെടുന്ന പരീക്ഷണങ്ങൾ റഷ്യ വിജയകരമായി നടത്തിയതായും പ്രസിഡന്റ് പുടിൻ പ്രഖ്യാപിച്ചിരുന്നു. തങ്ങളുടെ ആയുധ ശേഷിയിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി റഷ്യ നിലകൊള്ളുന്നു എന്ന് ഈ പരീക്ഷണങ്ങൾ തെളിയിച്ചു. അന്തർവാഹിനിക്കും ഇനിയും നിരവധി സമുദ്ര പരീക്ഷണങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. ഹബറോസ്ക് അന്തർവാഹിനിയുടെയും പോസിഡോൺ ഡ്രോണിന്റെയും അനാച്ഛാദനം ആഗോള പ്രതിരോധ രംഗത്ത് റഷ്യയുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നാണെന്ന് തെളിയിക്കപ്പെടുന്നു. ലോക സമുദ്രങ്ങളിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും വിദേശ ഭീഷണികളിൽ നിന്നും രാജ്യത്തെ കാത്തു സൂക്ഷിക്കുവാനും ആവശ്യമായ സാങ്കേതികവും സൈനികവുമായ ശേഷി ഈ റഷ്യക്കുണ്ട്. ഈ പുതിയ പടക്കപ്പൽ റഷ്യൻ പ്രതിരോധത്തിന്റെയും ശക്തിയുടെയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകാത്മകമായ ലോകത്തിനു മുന്നിൽ നിലകൊള്ളുന്നുണ്ട്. ഉക്രൈൻ സമാധാന ചർച്ചകൾ സ്തംഭിച്ചിരിക്കുകയും ഉക്രൈനിലേക്ക് അമേരിക്ക ടോമോഹോക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന അതീവ തന്ത്രപ്രധാനമായ സമയത്താണ് റഷ്യയുടെ ഈ നിർണായക പ്രഖ്യാപനം വന്നത്. റഷ്യൻ പ്രതിരോധത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സാഹചര്യങ്ങൾ അടിവരയിടുന്നുണ്ട്. അതേസമയം റഷ്യയുമായും ചൈനയുമായുമുള്ള തന്ത്രപരമായ മത്സരം ചൂണ്ടിക്കാട്ടി ആണവായുധ പരീക്ഷണം ആരംഭിക്കാൻ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച